വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിലൂടെ വൈറലായ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ തുമ്പി എന്ന് പറയുന്നത്. അപ്പോൾ തുമ്പിയുടെ അക്കൗണ്ട് ഈയിടെയായിട്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഹാക്ക് ചെയ്തതിന്റെ കാരണം നമുക്കറിയത്തില്ല. എന്തായാലും ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഐഡിയും അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ പോയി. ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഐഡി ഓൾറെഡി ഒരു വട്ടം ഹാക്ക് ആയതാണ്. പോയത് പോട്ടെ, എന്തായാലും ഇനിയിപ്പോ സങ്കടമോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം എന്താ പറയാ, ഒന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു വഴി തുറക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാം ശരിയാകും. ആ ഒരു പ്രതീക്ഷയില് അങ്ങനെ പോകണം. പിന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട്, അവരോട് ഇന്നും സ്നേഹമുണ്ട്. പോയത് പോട്ടെ. പിന്നെ ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു ഐഡി ഫേസ്ബുക്കിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. തുമ്പീസ്.1 എന്നാണ് ഐഡിയുടെ പേര്. പറ്റുന്നവരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഒരു അക്കൗണ്ട് തിരിച്ചെടുത്തിട്ടുണ്ട്, ആ അക്കൗണ്ട് തന്നെയാണ് വീണ്ടും പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെയധികം വിഷമിച്ച് നടന്നിട്ടും അവർ കാശുണ്ടാക്കിക്കൊണ്ടിരുന്ന ഏകദേശം നല്ല ലക്ഷത്തോളം കാശുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ചാനലായിരുന്നു. അതിലെ കൂടി ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ ബിസിനസ്സും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു അക്കൗണ്ടാണ് അടിച്ചു പോയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു തുമ്പി എന്ന് പറയുന്ന ആള് ഒരു ക്ലീവേജ് കാണിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നതാണ്. ഇതിന് സപ്പോർട്ട് എന്ന് പറയുന്നത് തുമ്പിയുടെ മാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോസ് ഒക്കെ വൈറലാകാൻ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ക്ലീവേജ്, ഇങ്ങനെയുള്ള വസ്ത്രധാരണം, അപ്പൊ അതൊക്കെ കണ്ടിട്ടൊക്കെ തന്നെയാണ്. അതിലൊരു പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയുന്നില്ല, കാരണം അത് തന്നെയാണ് എല്ലാ വീഡിയോസിലുള്ളത്. ക്ഷീണിച്ചു പോയല്ലോ നീ, അയ്യവാടിക്ക് പറഞ്ഞല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വലിഞ്ഞ് കേറി ചാടി മറിഞ്ഞിട്ടൊക്കെ പോയത്. ഇഷ്ടായില്ലേ? നല്ല ഇഷ്ടായിട്ടോ. നമുക്ക് ഇനി എന്തായാലും വരണം, മഴക്കാലത്തും കൂടെ വരണം. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഇത്ര നാളായിട്ട് കുറച്ചൊന്ന് ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ വീണ്ടും സജീവമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്, ട്രാവൽസ്, വ്ലോഗ്സ്, മണി ചലഞ്ച്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോവായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് 2 ഐഡി പോയിട്ടുണ്ട്. പക്ഷെ പൂർവാധികം ശക്തിയായിട്ട് വീണ്ടും അടുത്ത അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ഇവരുടെയൊക്കെ വീഡിയോസ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് കാണുമ്പോഴത്തേക്കും, അല്ലാണ്ട് ഒരു 15-16 വയസ്സൊക്കെയുള്ള പിള്ളേര് വരെ കാണുമ്പോഴത്തേക്കും അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്കും ഇതൊക്കെ ചെയ്തൂടെ എന്ന് മനസ്സിൽ തോന്നുവാണ്. കാരണം മറ്റുള്ളവർക്ക് ചെയ്യാമെങ്കിൽ എന്താ നമുക്കും ചെയ്തൂടെ എന്നുള്ളൊരു തോന്നല് അവരുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ചിന്താഗതി വരുത്തുന്നുണ്ട്. അപ്പം കാരണം എന്താ വെച്ചാൽ ഇതുപോലെ നടക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം നിമിഷ അഭിജോയ്ക്കറിയാം, നിമിഷ അഭിജോയൊക്കെ കാണിച്ചു കൂട്ടുന്നതാണെങ്കിൽ നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. നിമിഷ അഭിജോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കിയാൽ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള പോക്കൃത്തനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നല്ല മര്യാദ കുട്ടിയായിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ അന്തം വിട്ട് പോവുകയാണ്. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലാണ് ഒരു ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ എന്തായാലും തുമ്പിയുടെ അക്കൗണ്ടൊക്കെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 5 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ തന്നെ. അതിൽ തന്നെ ഏകദേശം നല്ല വരുമാനം ഉള്ള ഒരു പേജ് തന്നെയായിരുന്നു. അതും പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ ഭയങ്കര സങ്കടമൊന്നും അധികം കാണില്ല, കാരണം ഒന്ന് പോയാൽ അടുത്തത് എടുക്കാം, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ ക്യാഷ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പെയ്ഡ് മെമ്പർഷിപ്പ്, ലൈവ് മെമ്പർഷിപ്പ്, പിന്നെ സബ്സ്ക്രിപ്ഷൻസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം കൂടുതലും ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചാൽ മാത്രമേ അവർ അതിൽ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വരുമാനം അവർക്ക് കൂടുതലായിട്ട് വരുന്നത്. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായിട്ട് വരുമാനം വാരിക്കോരി എടുക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണിച്ചാൽ വരുമാനം നിറയെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വഴി തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണ് തുമ്പിക്ക് ഇത്രയും ഒക്കെ വരുമാനം ലഭിക്കുന്നത്. പക്ഷെ ഇതിന് കുടപിടിക്കുന്ന ആളും ഈ മാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ബന്ധുക്കളൊക്കെ ആണെങ്കിലും ഇവരുടെ കാര്യങ്ങളൊക്കെ തമ്മിൽ എന്തായാലും സംസാരിക്കും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ ഇപ്പൊ പറയും പെയ്ഡ് മെമ്പർഷിപ്പും എല്ലാവർക്കും ഉള്ളതാണ്, അത് സ്വാതന്ത്ര്യമാണ്, അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം എന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനങ്ങളും ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ നരമ്പന്മാരാണ് കൂടുതൽ ഉള്ളത്. ഇതിന് മാത്രം വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കും. കാരണം വന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കാണുന്ന കാര്യങ്ങളല്ലേ, അപ്പൊ ഇവർ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര വെപ്രാളമാണ്. പൈസ അടച്ചു, കാണാനും പറ്റത്തില്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. അവർക്കൊരു വിഷമമില്ല. പിന്നെ നാട്ടുകാർക്ക് എന്തിനാ ഇത്ര വിഷമം എന്ന് ചോദിച്ചാല്, ഇത് പൊതുസമൂഹമാണ്. സമൂഹത്തിൽ പല ഏജിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ കുഞ്ഞു കുട്ടികൾ മുതൽ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു റൂമിനകത്തിരുന്നിട്ട് മോശം പ്രവൃത്തികൾ കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരുപാട് ആൾക്കാര് ഈ ഒരു പൊതുസമൂഹത്തിലുണ്ട്. എന്നിട്ട് രാത്രി ലൈവിൽ വന്നിട്ട് ഇതുപോലുള്ള പല കാര്യങ്ങൾ വൃത്തികേടുകൾ കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇവരുടെ ഒന്നും അല്ല പോകേണ്ടിയിരുന്നത്. ഇതിനെക്കാട്ടിലും അപ്പുറത്തില് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് കിടന്ന് കാണിക്കുന്ന
ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവരുടെയൊക്കെയാണ് ആദ്യം അടിച്ചു പോവേണ്ടി ഇരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ കാണിച്ച് പൈസ ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരുടെ മാത്രമാണ് പോവേണ്ടിയിരുന്നതെന്നാണ് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ ടാറ്റ.